ഒരു 5.1 സിസ്റ്റത്തിന് സ്പീക്കർ അടക്കം ആംപ്ലി സ്പീക്കർ അടക്കം എത്ര രൂപ വരും? അതേപോലെ ഒരു 2.1 സിസ്റ്റത്തിന് അതിന്റെ സബ്വൂഫറും ആംപ്ലിഫയറും 2 ചാനൽ സ്പീക്കറും കൂടി എത്ര രൂപ വരും? ഇങ്ങനെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കത് കൃത്യമായ ഒരു റേറ്റ് എങ്ങനെ പറയാൻ പറ്റും? അതിന്റെ കൃത്യമായ വില എത്രയായിരിക്കും? അപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന സാധനങ്ങളെ പറ്റിയല്ല, നമ്മൾ അസംബിൾ ചെയ്യുന്ന ആംപ്ലിഫയറിനെ പറ്റിയാണ്. ആംപ്ലിഫയർ വീക്കേഴ്സ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് അസംബിൾ ചെയ്യും. നമ്മളിവിടെ ഒരാൾ ഓർഡർ തന്ന അസംബിൾ ചെയ്യും. അപ്പൊ അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിന് ഈ വീഡിയോയിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ 2.1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 2.1 ഉണ്ടാക്കാനുള്ള ആ ഒരു ചെലവ് എത്രയാണ്, അതെത്ര വരും, എങ്ങനെ അതിന്റെ പ്രൈസ് മാറ്റം വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ അതിനെ പുതിയൊരു 2.1 എടുക്കുകയാണെങ്കിൽ അതിന് എത്ര വില വരുന്നു നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റണം. അതായത് എനിക്ക് ഇത്ര വാട്ട്സിന് ഈ തരം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആംപ്ലിഫയർ, അതായത് 2.1 ഫുൾ സിസ്റ്റം അസംബിൾ ചെയ്യാൻ എനിക്ക് ഇത്ര വില വരുന്നു നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചായിരിക്കണം നിങ്ങളിപ്പോൾ ഒരാൾക്ക് എനിക്കായാലും ആർക്കായാലും ഒരു ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് അത് ചോദിക്കുന്നതാണ്, അത് എത്രയാവും ഇതെത്രയാവും. അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ തന്നെ. കാരണം അത് കൃത്യമായിട്ട് ഒരു ഉത്തരം തരാൻ പറ്റില്ല. അതാത് ആളുകളുടെ ആവശ്യവും അവരവരുടെ ബഡ്ജറ്റും ആ ഒരു സാധനങ്ങളുടെ അവൈലബിലിറ്റി അതെല്ലാത്തിനും ആശ്രയിച്ചാണ് ഈ വില ഇരിക്കുന്നത്. അപ്പോ നമ്മളിവിടെ ആ പുതിയ അതായത് ഒരു ബ്രാൻഡഡ് കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ അസംബിൾ ചെയ്ത് ഓഡിയോ സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു സബ്വൂഫറും 2 സ്പീക്കർ സെറ്റും ഒരു ആംപ്ലിഫയറും നല്ല ക്വാളിറ്റി ഉള്ള 2 സ്പീക്കർ സിസ്റ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സബ്വൂഫറും, അതും 12 ഇഞ്ച് സബ്വൂഫർ. അപ്പോൾ വരുന്ന വില ഒരു 10,000 മുതൽ 15,000 വരെ ഒരു ആവറേജ് സാധനത്തിന് വരും. അത്യാവശ്യം നന്നാക്കി ക്വാളിറ്റി ഉള്ള സാധനത്തിന് ഒരു 15 മുതൽ 17 റുപ്യ വരും. 15,000 മുതൽ 17,000 വരെ. അത് തന്നെ കുറച്ചും കൂടെ നന്നാക്കി ചെയ്യുകയാണെങ്കിൽ അത് സബ്വൂഫറും അതിന്റെ ചാനൽ സ്പീക്കേഴ്സും ഒക്കെ വളരെ വെറൈറ്റി ആയിട്ട് വളരെ ക്വാളിറ്റി ഉള്ള സെൻസിറ്റിവിറ്റി കൂടിയ പെർഫോമൻസ് മാത്രം ഉദ്ദേശിച്ച് വാങ്ങുകയാണെങ്കിൽ അത് 20,000 മേലെ പോകും. അതേപോലെ ഇപ്പോൾ ഒരു 5.1 നല്ല ക്വാളിറ്റിയിൽ ഒരു ഡിജിറ്റൽ ലെവലിൽ ഉള്ള ഒരു ആംപ്ലിഫയറും അതിന്റെ ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സും ചെയ്യുകയാണെങ്കിൽ മറ്റെന്തായാലും ഒരു 50,000 രൂപ വരെ വരും. അതിലും കുറഞ്ഞ ലോക്കൽ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെയും കുറയും. 20,000, 18,000 അങ്ങനെ ആ ഒരു പല ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നു. എങ്ങനെയാണ് ഈ വില വരുന്നത്? എങ്ങനെയാണ് അത് 50,000 ആവുന്നത്? എങ്ങനെയാണ് 20,000 ആവുന്നത്? എങ്ങനെയാണ് ആ 2.1 നേരത്തെ ഞാൻ 17,000 റുപ്യ പറഞ്ഞത്? എങ്ങനെയാണ് ആ വില തീരുമാനമാവുന്നത്? ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതന്നെയാണ്. ഈ വിലയാണ് ഈ ഒരുപാട് ആളുകൾ ഈ സാധനത്തിന്റെ വില എത്ര, 2.1 വില എത്ര, അത് കുറഞ്ഞതിന് എത്ര ആവും, കൂടിയതിന് എത്ര ആവും, ക്വാളിറ്റിന് എത്ര ആവും, അങ്ങനെ പല തരത്തിലുള്ള സംശയമാണ്. അപ്പൊ വില എന്തായാലും തീരുമാനമാകാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ വില ഒരു ഇത്ര റുപ്യക്ക് ഇത്ര ക്വാളിറ്റി കിട്ടൂ, അല്ലെങ്കിൽ ഇത്ര ക്വാളിറ്റി ഉള്ള സാധനത്തിന് എത്ര റുപ്യ ആവുന്നു, ഒറ്റയടിക്കുള്ള ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരമില്ല. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 2.1 പറ്റി പറയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2.1 ഞാൻ പറഞ്ഞു 15 മുതൽ 17 വരെ വരും. അതിലേക്ക് ഇപ്പൊ നമ്മളുടെ പഴയ ഒരു ഫേവറേറ്റ് JBL എടുക്കുകയാണെങ്കിൽ JBL 1500 അതിന്റെ ബോക്സും കൂടി ഒരു 7,200 രൂപ വരും. ചാനൽ സ്പീക്കേഴ്സ് ഒരു 3-way ടൈപ്പ് അത്യാവശ്യം നന്നാക്കി ഒരു വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റിയിൽ തന്നെ എടുത്താൽ തന്നെ ഒരു 2,500 രൂപ പെർ ചാനൽ വരും. അപ്പോൾ 5,000 രൂപ. അപ്പോൾ 5,000 നേരത്തെ 7,200 രൂപ. ഇനിയുള്ളത് ആംപ്ലിഫയർ ഒരു 4,800 രൂപ കൂട്ടാം. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ ആ ഒരു 4,800 ആംപ്ലിഫയറും 5,000 രൂപയുടെ ഒരു സ്പീക്കേഴ്സും അതായത് 2,500 ഒരു 7,200 രൂപന്റെ ഒരു സബ്വൂഫറും JBL സബ്വൂഫർ. അപ്പോൾ ആ വില എത്രയായി? 17,000 രൂപ. അപ്പോൾ 17,000 രൂപയുടെ ആ സാധനം പറഞ്ഞല്ലോ, അതൊരാളിനോട് ചോദിക്കുക 15,000 രൂപയ്ക്ക് ഒരു ആംപ്ലിഫയർ ചെയ്യുമോ, അത് എത്ര ക്വാളിറ്റി ഉണ്ടാവും, എത്ര വാട്ട്സ് ഉണ്ടാവും? ഒറ്റയടിക്ക് ഞാൻ എങ്ങനെ അതിന് ഉത്തരം പറയും? ഞാനെന്നല്ല ഒരു ടെക്നീഷ്യൻ എത്ര ഉത്തരം പറയും? അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. എത്രയെന്ന് വെച്ചാൽ ഇപ്പോൾ 15,000 കിട്ടണല്ലോ. 17,000 JBL 1,500 ചാനൽ സ്പീക്കർ അടക്കം 2.1 ചെയ്തതിന് നമുക്ക് 17,000 എത്ര ക്വാളിറ്റി കിട്ടുമെന്ന് അറിയണം. ക്വാളിറ്റി എത്ര കിട്ടുമെന്ന് പറയുന്നതിന് മുമ്പ് വില എത്രയാണെന്ന് അറിയണം. എന്നിട്ട് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് അറിയുള്ളൂ. ആദ്യം ക്വാളിറ്റി ഉള്ളതിന് ഇത്ര വില എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ആംപ്ലിഫയർ സെയിം 4,800, അതേപോലെ സബ്വൂഫർ സെയിം 7,200. നമുക്ക് ചാനൽ സ്പീക്കർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് ചാനൽ സ്പീക്കർ നേരത്തെ 2,500 ഒരു ചാനലിനുള്ളത് 1,500 ആക്കി. അപ്പോൾ 2 ചാനലിന് 3,000. അപ്പൊ എത്രയും വില? 17,000 രൂപയായി. അപ്പൊ കൃത്യം 17,000 രൂപയ്ക്ക് നമുക്ക് ചാനൽ സ്പീക്കർ ലേശം ലോക്കലാക്കിയിട്ടോ ക്വാളിറ്റി കുറച്ചിട്ടോ സൈസ് കുറച്ചിട്ടോ എണ്ണം കുറച്ചിട്ടോ നമ്മൾ ആ JBL ബേസ് ലെവലൊക്കെ കറക്റ്റ് ആക്കി അതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് ഒന്ന് കുറച്ചു. അങ്ങനെയാണ് നമ്മൾ ആ 17,000 കൊണ്ടുപോയി. അപ്പൊ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ആളുകളെ ആവശ്യം അവരുടെ ബഡ്ജറ്റും എല്ലാം ആശ്രയിച്ചാണ് ഈ വില കിടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കണ്ടില്ലേ? അപ്പൊ 17,000 ഉണ്ടായിരുന്ന അതേ സാധനത്തിന് ഈ 15,000 രൂപയ്ക്ക് ചാനലിന്റെ സ്പീക്കേഴ്സിന് മാറ്റം വരുത്തിയപ്പോൾ മാറി. അപ്പൊ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പൊ ഒരാൾ എന്നോട് ചോദിക്കുക ഒരു 2.1 എത്ര റേറ്റ് ആവുന്നു. അപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ റേറ്റ് 2 എണ്ണം, ഒന്ന് 17,000, ഒന്ന് 15,000. പിന്നെ ഒരു ലോക്കലായിട്ട് ചെയ്യുമ്പോൾ 10-ന്റെയും 15-ന്റെയും ഇടയിലുള്ള ഒരു റേറ്റ് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിൽ ഏത് റേറ്റ് അയാളോട് പറയും? അതാണ് ഡയറക്റ്റ് ഒരാളിപ്പോ നിങ്ങൾ ആരെയും എന്നോട് കമന്റ് ചെയ്ത് ചോദിക്കുക 2.1 ചെയ്യാത്രയാവും, ഫുൾ സിസ്റ്റം ചെയ്യാത്രയാവും.
അപ്പൊ ഞാൻ ഡയറക്റ്റ് അതിന് ഉത്തരം പറയാതെ എപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര വാട്ട്സ് വേണം, എത്ര ഇഞ്ച് സബ് വൂഫർ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അത് ഈ ഒരു കാര്യത്തിനാണ്, അത് ഏത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ വില പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വില പറയുകയാണെങ്കിൽ 10 ഉണ്ട്, 15 ഉണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട്. അപ്പൊ അടുത്ത ചോദ്യം വരുന്നത് ഇതിലൊക്കെ എന്താ ഉപയോഗിച്ചത്, ഇത് 12 ഇഞ്ചാണോ, 10 ഇഞ്ചാണോ, JBL ആണോ, കിക്കറാണോ, വേറെ ഏത് പൈനിയർ ആണോ, ആംപ്ലിഫയർ ഏതാണ്, ആംബിയർ ട്രാൻസ്ഫോമർ എത്രയാണ്. അപ്പോൾ ഒരാളുടെ ഓർഡർ എടുക്കാൻ ഞാനൊരു കാമണിക്കൂർ സംസാരിക്കേണ്ടി വരും. എന്നിട്ട് ആ ഓർഡർ കൺഫേം ആവുന്ന ഒരു ഉറപ്പില്ല. അപ്പൊ നമ്മൾ ആ ഒരു സമയം വെറുതെ പോവാന്നല്ലാതെ കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മുൻകൂട്ടി അതിനെപ്പറ്റി പാർട്സും അതിനെ നിങ്ങൾക്ക് ഏതൊക്കെ വേണം, എത്ര ആംബിയറിൽ വേണമെന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വില നിശ്ചയം ഉണ്ടാവും. അത് നിങ്ങൾ ആമസോണിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു വില ഉണ്ടാവും. നാട്ടിലൊരു ജസ്റ്റ് ഫോൺ കോൾ ചെയ്താൽ കിട്ടുന്ന വിലകളുണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് തീരുമാനമാക്കിയിട്ട് ഇന്ന ആൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അത് തീരുമാനം എടുക്കാം. മറ്റേത് വെറുതെ ചോദ്യോത്തരം മാത്രമായി പോകും. ഇനിയിപ്പോ കുറച്ചുകൂടി, അതായത് നേരത്തെ പറഞ്ഞ 17,000 കുറച്ചും കൂടെ ക്വാളിറ്റി ആക്കുക. ഒരാൾ പറയാം 17,000 ആ ഒരു JBL വേണ്ട, എനിക്ക് കുറച്ചും കൂടെ നല്ലത് വേണം. JBL നല്ല ഒരുപാട് സാധനം ഉണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ഞാൻ അതിന്റെ ലിങ്ക്സ് ഒക്കെ താഴ്ത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. അതായത് ഒരാൾ പറയാ കിക്കർ എടുക്കാന്ന് വിചാരിക്കുക, അപ്പൊ കിക്കറിന്റെ ഊഫർ എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ പ്രൈസ് എത്രയായി? ഇപ്പൊ JBL നമ്മൾ കൂട്ടിയ ബോക്സ് അടക്കം 12 ഇഞ്ച് ബോക്സ് അടക്കം 7,200 രൂപ കൂട്ടി. അത് വലിയ ബോക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കിക്കറിന്റെ വില തന്നെ നമുക്ക് 11,000 ചില്ലാൻ ഉറുപ്പുണ്ട്. അപ്പൊ നമ്മളെ ആംപ്ലിഫയറിന്റെ മൊത്തം കോസ്റ്റ് എത്രയായി, സോറി ഓഡിയോ സിസ്റ്റത്തിന്റെ മൊത്തം കോസ്റ്റ് എത്രയായി? അതായത് ഈ ലിസ്റ്റിൽ ഇപ്പൊ നോക്കിയാൽ കാണാം. അതായത് ആദ്യം ഇട്ടത് 2,300 ബോക്സിന്റെ വില, രണ്ടാമത് കിക്കറിന്റെ വില, കിക്കർ 12 ഇഞ്ച് സബ് വൂഫറിന്റെ വില 11,570. മൂന്നാമത്തത് ആംപ്ലിഫയറിന്റെ വില 4,800. നാലാമത്തത് 2 ചാനൽ, ഒരു ചാനൽ 2,500 വെച്ചിട്ട് 5,000 രൂപ. മൊത്തത്തിൽ 23,670 രൂപ ആ 2.1 ആംപ്ലിഫയറിന് വരും. 2.1 ഫുൾ സിസ്റ്റം ആംപ്ലിഫയറിന് വരും. അപ്പൊ എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒരു ആംപ്ലിഫയർ 2.1, ഇപ്പൊ നമ്മൾ ഉദാഹരണം 2.1 ആ പറയുന്നത്. അപ്പൊ 2.1 ഒരു കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആളുടെ ബഡ്ജറ്റ് 20,000 താഴെയാണെങ്കിൽ അയാൾക്ക് അത്ര ചെലവാക്കാനുള്ളതുണ്ടെങ്കിൽ നമുക്ക് ആ 15,000 എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ക്വാളിറ്റി, നേരത്തെ ഇന്നലെ പഴയ വീഡിയോയിൽ പറഞ്ഞ ആ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് വില കുറവാക്കി ആ ക്വാളിറ്റി മതി എന്ന് തീരുമാനിച്ചു. കാരണം കിക്കർ അതിനോട് ക്വാളിറ്റി ഉള്ളതാണ്, വർക്കിംഗ് കൂടുതലാണ്, വിലയും കൂടുതലാണ്. അതുകൊണ്ട് അതിന്റെ ആ പെർഫോമൻസ് തരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കോംപ്രമൈസ് ചെയ്തു. അപ്പോ ഇത്രയും വലിയ വില പിടിച്ച സാധനങ്ങളൊന്നും വാങ്ങണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഓഡിയോ പ്ലെയർ നല്ല ക്ലീൻ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് വളരെ വില കുറഞ്ഞ മതി. അതായത് ഒരു ലോ കോസ്റ്റിൽ ലോ വാട്ട്സ് ഉണ്ടാക്കുക. ഈ ഭൂമി വിളുങ്ങണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ചെലവ് വരും. അപ്പോ വളരെ നമുക്ക് വേണ്ടത് ക്വാളിറ്റി, നമ്മൾ ഡീറ്റെയിൽ ആണ് വേണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു 8,000-10,000 ഇടയിൽ അത്യാവശ്യം നല്ല ടൈപ്പ് ഒരു 2.1 ഉണ്ടാക്കാൻ പറ്റും. വളരെ ചെറിയ സ്പീക്കേഴ്സ് മതി. 4 ഇഞ്ച് ചാനൽ സ്പീക്കേഴ്സ് വെച്ചിട്ട് ഒരു 3 വേ ഉണ്ടാക്കുക, ഒരു 8 ഇഞ്ച് സബ് വൂഫർ ഉണ്ടാക്കുക. ആ റൂമിൽ ആവശ്യത്തിന് കേൾക്കാൻ അത് വേണ്ട ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഞാൻ ആദ്യം എപ്പോഴും പറയും പോലെ നമുക്ക് ഒരു മൈൽ അപ്പുറം കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 15,000-20,000 ഒക്കെ ചെലവാക്കേണ്ടി വരും. ചിലപ്പോൾ അതൊന്നും പോരാ, 50,000 ചെലവാക്കേണ്ടി വരും നമ്മൾ പ്രതീക്ഷിച്ച റേഞ്ച് കിട്ടാൻ. അപ്പൊ അവിടെ ആലോചിക്കേണ്ട ആ സമയത്ത് നമ്മൾ ആ ചെലവാക്കുമ്പോൾ അതിന് ആ ഒരു എപ്പോഴൊന്നും നമ്മൾ ആ ഒരു റേഞ്ച് നമ്മൾ പ്ലേ ചെയ്യില്ല. അപ്പൊ 25,000-30,000 വാങ്ങിയിട്ട് നമുക്ക് ക്വാളിറ്റിയാണ് വേണ്ടത് വെച്ചാൽ അതിന് വേണ്ട ലെവലിൽ ഈ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. യഥാർത്ഥ ബേസ് കിട്ടി കഴിയുമ്പോൾ, യഥാർത്ഥ ഡീറ്റെയിൽ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വലിയൊരു, ഞാനത് അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം അപ്പോൾ അന്നേരം നമുക്ക് ആ ലോങ്ങിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ഫീലിനെക്കാട്ടും ഇതാണ് തൃപ്തികരമായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ ആ ഫിലിമിലോ ആ സോങ്ങിലേക്കോ അങ്ങോട്ട് സിങ്ക് ആയി പോകും. അപ്പൊ ഒരു ആംപ്ലിഫയർ 2.1 ചെയ്യാനോ 5.1 ചെയ്യാനോ എത്ര കോസ്റ്റാന്ന് ചോദിക്കുന്നതിന് ഒരുപാട് ചോദ്യങ്ങളായപ്പോ അതിനുള്ള ഒരു ഡയറക്റ്റ് ഉത്തരം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. കാരണം എന്തായാലും ഇപ്പൊ മനസ്സിലായല്ലോ, ഡയറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാം എഴുതി വെക്കണം, ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ഓഫർ ഉപയോഗിക്കുമ്പോൾ ഇത്ര അപ്പോഴും ഇതിനെക്കാട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നത്. അപ്പൊ ഒരുവിധം സബ് വൂഫേഴ്സിന്റെയും ഒരുവിധം ആംപ്ലിഫയർ ടൈപ്പിന്റെയും ചാനൽ സ്പീക്കേഴ്സിന്റെ ടൈപ്പ്, അതായത് സ്പീക്കർ, ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ മേക്കിംഗ് ചെയ്യുന്ന ടൈപ്പാണ്. അതായത് എല്ലാം പാർട്സ് ആയിരിക്കും. അപ്പൊ അതിലൊരുവിധം പാർട്സിന്റെ ഒക്കെ ഞാൻ ലിങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ആമസോൺ ലിങ്ക്സ് ഇടുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇപ്പൊ എന്തായാലും പോയി വാങ്ങുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും വഴി കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയി നോക്കാം. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.